ഉദയത്തിന് ഇപ്പം നമ്മൾ പൂനീരും കുടിച്ചു. എങ്ങനെയാ പൂനീരും കുടിച്ചത്? ഒരു ഗ്ലാസ്സിൽ ഇത്തിരി ശുദ്ധമായ ജലമൊക്കെ എടുത്തു, അതിലൊരു തുളസി പൂവൊക്കെ ഇട്ടു, ഇത്തിരി ചന്ദനൊക്കെ ചാലിച്ച് ചേർത്തു. എന്നിട്ട് എന്താ ജപിച്ചേ? ആ ഗ്ലാസ്സിനെ പകുതി അടച്ചു പിടിച്ചിട്ട് അത് തീർത്ഥമാക്കി മാറ്റണം. കാരണം നമ്മളുടെ കയ്യിലിരിക്കുന്നത് വെറും ജലമാണെന്ന് സങ്കല്പിച്ച് അതിനെ മഹാദേവന്റെ തിരുജടയിൽ നിന്നും ഒഴുകി തരുന്ന ഗംഗാ തീർത്ഥമാക്കി മാറ്റുന്നതിന് വേണ്ടി ഗംഗേ ചയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഇതാണ് മന്ത്രം. ഈ മന്ത്രം അങ്ങോട്ട് ജപിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ മന്ത്രപൂരിതമായ തീർത്ഥം, പൂ അർപ്പിച്ച ചന്ദനം ചേർത്ത ആ തീർത്ഥം വലത് കൈയിലേക്ക് എടുത്ത്, ആദ്യം തന്നെ ചന്ദനം അരയ്ക്കുമ്പോൾ നെറ്റിയിൽ കുറി തൊടണം കേട്ടോ. അതിനൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ തീർത്ഥം നമ്മൾ ഭഗവാനോട് നെയ്യത്ത് വെക്കുക എന്ന് പറയും. ആ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ഹേ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ ഏകാദശി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ തീർത്ഥം നമ്മൾ 3 തവണ അങ്ങോട്ട് കുടിക്കുക ചെയ്യുന്നത്. ഈ തീർത്ഥം കുടിക്കുന്നതോടുകൂടി ആ സമയം എപ്പോഴാണെന്നറിയോ? ഉദയ സമയത്ത് ദശമി ഒരു 15 നാഴിക, ഏകാദശി ഒരു 15 നാഴിക ചേർന്ന് നിൽക്കുന്ന സമയമായിരിക്കും. അതാണ് തീർത്ഥം കുടിക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് മുറിക്കുമ്പോൾ ഏകാദശി ദ്വാദശിയും ചേർന്ന് നിൽക്കുന്ന 15 നാഴിക. ഇത്രയൊക്കെ നോക്കിയിട്ട് കഴിയോ എന്നൊക്കെ സാധാരണക്കാർ ചോദിക്കും. നമുക്ക് ഒരു പ്രത്യേക ദിവസത്തിൻ്റെ ഒന്നും ആവശ്യം കുറേ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഇല്ല. നമ്മുടെ ഏകാദശി എന്താ? ഭക്ഷണം മാറ്റല. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസിന് എന്നും ഏകാദശിയല്ലേ. ഇനി എങ്ങനെയാ ഭക്ഷണം? അതും പറയാം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ക്ഷണനേരം കൊണ്ട് കഴിക്കണം എന്നാ. ആ സമയത്ത് സംസാരിക്കാനൊന്നും പാടില്ല. അന്നദാന പ്രഭുവ. തൈത്തിരീയോപനിഷത്ത് അങ്ങോട്ട് എടുത്തു വെച്ചാലേ അതിൽ പറയുന്നുണ്ട്, അന്നം ന നിന്ദ്യാൽ, അന്നത്തെ നിന്ദിക്കരുത്. മുത്തശ്ശി പറയില്ലേ, വറ്റിലി ചവിട്ടല്ലേ അന്ന രാജാവ് ചവിട്ടരുതേ എന്ന്. അതുകൊണ്ട് തന്നെ അപ്പോൾ തൈത്തിരീയോപനിഷത്ത് പ്രകാരം നമ്മൾ അന്നത്തെ അന്ന രാജാവായി ഭഗവാനായി തന്നെ കാണണം. അപ്പം എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്? ആഹാരത്തെ ഹവിസ്സാക്കിയിട്ടാണ് നമ്മൾ ഒരു പ്രാർത്ഥന, ഒരു നിമിഷം. ഇപ്പം ക്രിസ്ത്യൻസ് ആയിരുന്നു ഞങ്ങളുടെ കൂടെ സ്പോക്കൺ ഇംഗ്ലീഷിന് വന്ന ടീച്ചേഴ്സ്. അവർ വരെ ടിഫിൻ ബോക്സ് തുറക്കുന്നതിന് മുമ്പേ ആ സ്പൂൺ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടുകൂടി നമ്മൾ എന്തൊരാഹാരം കഴിച്ചാലും അത് വിഷമയം അല്ലാതെയാകുന്ന ഹവിസ്സായി മാറുന്ന പറയാ. അപ്പോൾ ഈ ഫാറ്റ് ആൻഡ് ബോസ് ഇട്ട ആ ഭക്ഷണമൊക്കെ എത്ര കഴിച്ചാലും നമുക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പം നമുക്ക് തോന്നും അതൊക്കെ വെറുതെ അല്ലേ. മന്ത്രങ്ങൾക്ക് മരുന്നിനേക്കാൾ ശക്തിയുണ്ട്. ഇപ്പൊ വേദമന്ത്രം എടുത്തു നോക്കുമ്പോൾ സർവ രോഗ നിവാരണ മന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട്. അക്ഷീഭ്യാന്തേ സൂക്തം എന്ന് പറയും. അത് നമ്മൾ ഓരോ അവയവങ്ങളെയും പറഞ്ഞ് തന്നെ ആ സൂക്തം